എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിന്ന് കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസാണ് കാണിക്കാനായിട്ട് പോണത്. ഇതിന് മുന്നേ ഞാൻ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ റൂം ടൂർ പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വാങ്ങിയപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് മെറ്റീരിയൽസ് വാങ്ങുന്ന മറ്റൊരു ഷോപ്പ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോണത്. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളും കൂടി കാണാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടിയും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ അൽബാജിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ വാങ്ങിച്ച കാര്യങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ മസ്കറ്റിൽ തന്നെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റും റൂട്ട് മാപ്പും താഴെ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ.
ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് ഞാൻ വാങ്ങിച്ച മെറ്റീരിയൽസും കൂടിയും കാണാം. അതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൻ്റെ റേറ്റ് ഒന്നും പറയുന്നില്ല കേട്ടോ. കാരണം നാട്ടിലത്തെ റേറ്റും ഇവിടുത്തെ റേറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റേറ്റ് ഒന്നും പറയുന്നില്ല. ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോണത് റിബണാണ്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഈ 3 കളറാണ് എടുത്തിരിക്കുന്നത്. ഇതാവുമ്പോൾ നമുക്ക് ഒരുവിധം എല്ലാറ്റിലേക്കും ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 കളേഴ്സ് എടുത്തത്. ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ടൈപ്പ് വാങ്ങണത്. എൻ്റെ കയ്യിലുള്ളത് വീതി കൂടിയ ടൈപ്പായിരുന്നു. ഇത് നല്ലോണം വീതി കുറവാണ്. നമ്മൾ സാധാരണ വാങ്ങുന്നതിൻ്റെ പകുതി പോലും ഇല്ല കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമുക്ക് ബോട്ടിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റിയതാണ്. ഇനി നമുക്ക് കുറച്ച് ത്രെഡ് നോക്കാം. ഈ ബ്ലൂ കളറാണ് ഞാൻ ഇത്തവണ വാങ്ങിയത്. ഇതിൽ എഴുതിയിരിക്കുന്നത് ബേബി വൂൾ എന്നാണ്. 100% പോളിസ്റ്റർ ത്രെഡാണ്. ബോട്ടിലൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. കാരണം ഇതിനൊരു തിളക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോട്ടിലിന് നല്ലൊരു ലുക്ക് തരും. ഇതിൻ്റെ തന്നെ ബ്ലാക്കും റെഡും വൈറ്റും എൻ്റെ കയ്യിലുണ്ട്. ഞാനിതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. നല്ല ഭംഗിയാട്ടോ, നമുക്ക് ബോട്ടിൽ ചെയ്യാൻ സൂപ്പറാണിത്. ഒരുപാട് കളേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. ബ്ലൂ കളർ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതാണ് ഇത്തവണ ബ്ലൂ കളർ വാങ്ങിയത്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോണത് ഒരു ഗോൾഡൻ കളർ ത്രെഡാണ്. ഇതിൻ്റെ തന്നെ സിൽവർ കളർ ത്രെഡ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫോട്ടോ ഫ്രെയിമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. സെയിം ടൈപ്പ് ത്രെഡ് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ തവണ സിൽവർ കളർ വാങ്ങിയപ്പോൾ ഗോൾഡൻ കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ കണ്ടപ്പോൾ അത് എടുത്തുന്നേ ഉള്ളൂ. അടുത്തതായിട്ട് ഞാനൊരു കിടിലൻ സംഭവം കാണിച്ചു തരാം. ഇതിൻ്റെ പല കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സിൽവർ കളർ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം കാണുന്നത്. ബോട്ടിലൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും തോന്നി. ഒരു ലേസ് ടൈപ്പാണ് കേട്ടോ. ഞാനതിൻ്റെ കവർ പൊട്ടിച്ചിട്ടില്ല. എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ക്ലോത്ത് റോപ്പും കൂടി വാങ്ങിയിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. ഇത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം എടുത്തു. എൻ്റെ കയ്യിൽ കട്ടി കൂടിയ ടൈപ്പാണ് ഉണ്ടായിരുന്നത്. ഇത് വളരെ തിന്നായിട്ടുള്ളതാണ്. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ നല്ല കനം കുറഞ്ഞതാവുമ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോണത് ഒരു മെറ്റൽ വയറാണ്. ഇത് ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയ വീഡിയോയിൽ റിങ്ങിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെ മെറ്റൽ വയർ വെച്ചിട്ടുള്ള റിങ്ങാണ്. പിന്നെ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ബോട്ടിലാട്ടല്ലാതെ മറ്റെന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റ് നോക്കാം. ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് സ്പ്രേ പെയിൻ്റ് ആണ്. സ്പ്രേ പെയിൻറ്റ് വാങ്ങുമ്പോൾ ബ്രാൻഡ് ഒന്നും നോക്കിയിട്ടല്ല കേട്ടോ വാങ്ങാറ്. ഡേറ്റ് മാത്രം നോക്കാറുണ്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. അല്ലാതെ ബ്രാൻഡൊന്നും നോക്കാറില്ല. പിന്നെ ഞാൻ എടുത്തത് ഗോൾഡൻ കളർ പെയിൻ്റ് ആയിരുന്നു. ക്യാമലിൻ്റെ ആണിത്. ക്യാമലിൻ്റെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം ഗോൾഡൻ കളർ ആയതുകൊണ്ട് ഞാൻ ഗോൾഡൻ കളർ എടുത്തു.
പിന്നെ ഞാൻ 2 ചെറിയ ട്യൂബ് പെയിൻറ്റും കൂടി വാങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ. കുറേ നാളായിട്ട് നോക്കി നടക്കുന്നതായിരുന്നു. പക്ഷേ എവിടെ പോയി നോക്കിയാലും വലിയ ട്യൂബാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ചെറിയ ട്യൂബ് കണ്ടപ്പോൾ അപ്പം തന്നെ 2 എടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല കളറാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ല അടിപൊളി കളേഴ്സാണ് കിട്ടിയത്. ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ ശരിയായിട്ടുള്ള കളർ കിട്ടിയിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സ്കെച്ച് പെന്നൊക്കെ വാങ്ങുമ്പോൾ അതിലൊരു കിളിപ്പച്ച കളർ ഉണ്ടാവില്ലേ, സെയിം ആ കളർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കുറേ നാളായിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു കളറായിരുന്നു കേട്ടോ. എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പെയിൻറ്റ് ഞാൻ ഈ 4 കളർ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഒരുപാട് കളേഴ്സ് വാങ്ങി വയ്ക്കാറില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. പെയിൻറ്റ് പോലെ തന്നെ എനിക്ക് എപ്പോഴും അത്യാവശ്യം വരുന്നൊരു സംഭവമാണ് ഫെവിക്കോള്. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ ഫെവിക്കോളും കൂടി വാങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം. സ്റ്റാർ ഷേപ്പിലുള്ള ഷെല്ലാണിത്. ഞാൻ 4 കളറാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട 4 കളർ ഞാൻ എടുത്തു. ബോട്ടിൽ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കളറാണ്. മറ്റതിനേക്കാട്ടിലും നല്ല തിന്നായിട്ടുള്ളതാണ്. ഞാനിതിന് പകരമായിട്ട് വേറൊരു കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കളർ എനിക്ക് കാണിച്ചു തന്നത് അനുവേട്ടനാണ്. അനുവേട്ടന് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് മാറ്റിയിട്ട് ഇതെടുത്തത്. മറ്റ് കളേഴ്സിനെക്കാട്ടിലും വളരെ തിന്നായിട്ടുള്ളതാണിത്. മറ്റതും കൂടി ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമുക്ക് എപ്പോഴും അത്യാവശ്യം വരുന്ന 2 സംഭവങ്ങളാണ്. അതുപോലെ തന്നെ എപ്പോഴും കാണാതെ പോകുന്നത് ഇത് തന്നെയായിരിക്കും. ഇവിടുത്തെ പർച്ചേസ് ഇതൊക്കെ ആയിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2-3 മെറ്റീരിയൽസും കൂടി കാണിച്ചു തരാം. ഇത് ഇവിടെ നിന്ന് വാങ്ങിയതല്ല കേട്ടോ, മറ്റൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ്. ഇത് പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ഗ്ലാസ് പെയിൻറ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനത്തെയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത്. ഈ ടൈപ്പ് ഗ്ലൂ തന്നെ നമുക്ക് നാട്ടിലാണെങ്കിൽ ചെറിയ ട്യൂബ് പല പല കളേഴ്സ് കിട്ടും. ഇത് നമ്മുടെ സ്വന്തം ചാക്കുനൂലാണ്. സാധാ ചാക്കുനൂലാണ് കേട്ടോ, കട്ടി കുറഞ്ഞ ടൈപ്പ്. പിന്നുള്ളത് കുറച്ച് ക്രിസ്റ്റൽ സ്റ്റോൺ ആണ്, സ്റ്റിക്കർ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും ഈസി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്